വിശുദ്ധ മാതാവ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. വചനം ജഡമായി തീരുവാൻ ദൈവ പദ്ധതി അനുസരിച്ച് കന്യകമറിയം തിരഞ്ഞെടുക്കപ്പെട്ടു. മനുഷ്യപുത്രന്മാരായ നമ്മെ ദൈവപുത്രന്മാരാക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ജനിച്ചു. ആദാമിനെ ദൈവം സ്വന്തം പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചു. രണ്ടാം ഹൗവയായ കന്യകമറിയത്തെ മാധ്യമമാക്കി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഭൂജാതനായി. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് മുൾപ്പടർപ്പിൽ തീയായിട്ടാണ്. ദൈവം അഗ്നിയായും കരിഞ്ഞു പോകാത്ത മുൾപ്പടർപ്പ് കന്യകത്വം നഷ്ടപ്പെടാതെ തമ്പുരാനെ പ്രസവിച്ച മാതാവായിട്ടും പിതാക്കന്മാർ വർണ്ണിക്കുന്നു. പുറപ്പാട് 3:2-6 വരെ. മധ്യസ്ഥരിൽ പ്രഥമസ്ഥാനം വിശുദ്ധ മാതാവിനാണ്. നമ്മുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് കർത്താവെ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ്. മറിയം എന്ന വാക്കിന് പ്രിയപ്പെട്ടവൾ, സ്നേഹിക്കപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് അർത്ഥമുണ്ട്. പിതാവ് യുയാക്കീം, മാതാവ് ഹന്ന എന്നിവർ ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതിമാർ ശപിക്കപ്പെട്ടവരാണെന്ന് ആയിരുന്നു അന്നത്തെ യഹൂദന്മാരുടെ കാഴ്ചപ്പാട്. അതിനാൽ സമൂഹം അവരെ നിന്ദയോടെയാണ് വീക്ഷിച്ചിരുന്നത്. യുയാക്കീം മരുഭൂമിയിൽ പോയി 40 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞു. കുട്ടിയുണ്ടായാൽ ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളാം എന്ന് നേർന്നു. പ്രാർത്ഥനയുടെ ഫലമായി മറിയം ജനിച്ചു. 3-ാമത്തെ വയസ്സിൽ മറിയത്തിനെ ദേവാലയത്തിൽ ഏൽപ്പിച്ചു. ദേവാലയത്തിൽ അവളുടെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട സക്കറിയ പുരോഹിതൻ്റെ സംരക്ഷണം അവൾക്ക് ലഭിച്ചു. വിശുദ്ധ മറിയം ദൈവത്തിനു വേണ്ടി കന്യകാവ്രതം സ്വീകരിച്ചിരുന്ന ആളായിരുന്നതിനാൽ ഒരു കുടുംബജീവിതം അസാധ്യമായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ ദൈവനിശ്ചയപ്രകാരം നീതിമാനായ ജോസഫിനെ കന്യകമറിയത്തിൻ്റെ കന്യകത്വത്തിന് ഭംഗം വരാതെ സംരക്ഷിക്കേണ്ടതിനായി തിരഞ്ഞെടുത്തു. അതിൻ പ്രകാരം മറിയാമിൻ്റെ വിവാഹ നിശ്ചയം ദേവാലയത്തിൽ വച്ച് നടത്തി. മറിയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ മറിയാമിന് പ്രത്യക്ഷപ്പെട്ട് അഭിവാദ്യം അർപ്പിച്ച്, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തിൻ്റെ കൃപാദാനമായ രക്ഷകനും രാജാവുമായ യേശുവിനെ അവൾ പ്രസവിക്കുമെന്നുള്ള മംഗളവാർത്ത അറിയിച്ചു. പുരുഷനെ അറിയാത്ത എനിക്ക് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മറിയം ചോദിച്ചു. പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കുമെന്ന് ദൂതൻ അറിയിച്ചു. ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 38-ാം വാക്യം. ജോസഫ് നീതിമാനാകൊണ്ടും മറിയത്തിന് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് മറിയത്തിൽ ജനിച്ച കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് അറിയിച്ചു. വിശുദ്ധ മാതാവിൻ്റെ ജീവിതം സഹനത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഒരു പരമ്പര ആയിരുന്നു.
വിവാഹിതൻ ആകുന്നതിന് മുമ്പ് ഗർഭിണിയായതുകൊണ്ട് മറ്റുള്ളവരുടെ ആക്ഷേപത്തെ തുടർന്ന് പലപ്പോഴും മറിയമിന് വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ബേത്ലഹേമിൽ താമസിക്കാൻ ഇടം കിട്ടിയില്ല. പ്രസവിച്ച കുഞ്ഞിനെ തുണി കൊണ്ട് പൊതിഞ്ഞ് മറ്റ് സ്ഥലം ഇല്ലായ്കയാൽ കാലിത്തൊഴുത്തിൽ കിടത്തി. യേശുവിൻ്റെ ജനന സമയത്ത് മാത്രമല്ല, ശൈശവകാലത്തും മാതാവ് തൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് വളർത്തി. രാജാധിരാജാവായ കുഞ്ഞിന് ജനിച്ചത് തൻ്റെ കൊട്ടാരത്തിൽ അല്ലാത്തതിനാൽ തൻ്റെ രാജ്യത്വത്തിന് ഭീഷണി ഉണ്ടാകുമെന്ന് ഹേരോദാവ് ഭയന്നു. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ വധിക്കണമെന്ന് ഹേരോദാവ് തീരുമാനിച്ചു. കർത്താവിൻ്റെ ദൂതൻ്റെ അരുളപ്പാട് ഉണ്ടായതിനാൽ ജോസഫ് കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി. മാതാവിൻ്റെയും ജോസഫിൻ്റെയും മിസ്രയീമിലേക്കുള്ള പലായനത്തെക്കുറിച്ച് ഒരു ഐതിഹ്യം ഉണ്ട്. വിദ്വാൻമാർ രാജാവിനെ കബളിപ്പിച്ച് വേറെ വഴിക്ക് പോയി എന്നറിഞ്ഞപ്പോൾ ഹേരോദാവ് ക്രുദ്ധനാകുകയും 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ കൽപ്പിക്കുകയും ചെയ്തു. 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ ഹേരോദാവിൻ്റെ ഭടന്മാർ വധിച്ചു. മറിയം കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോകുന്ന സമയത്ത് ബേത്ലഹേമിൻ്റെ അതിരുകളിലുള്ള ഗ്രാമീണ കർഷകർ ഗോതമ്പ് വിതയ്ക്കുകയായിരുന്നു. അവരോട് മാതാവ് വിവരങ്ങൾ പറയുകയും ഭടന്മാർ ചോദിച്ചാൽ ഗോതമ്പ് വിതയ്ക്കുന്ന സമയത്ത് മാത്രമേ ഒരു അപ്പനും അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഇതുവഴി പോകുന്നത് കണ്ടിട്ടുള്ളൂ എന്നും പിന്നെ ആരും കുഞ്ഞിനെയും കൊണ്ട് ഇതുവഴി പോയിട്ടില്ല എന്നും പറയുവാൻ ഏർപ്പെടുത്തി. ഭടന്മാർ വന്ന് അന്വേഷിച്ചപ്പോൾ ഗോതമ്പ് വിത്ത് വിതയ്ക്കുമ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അപ്പനും അമ്മയും പോയതല്ലാതെ ആരും അതുവഴി പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഭടന്മാർ നോക്കിയപ്പോൾ ഗോതമ്പ് വിളഞ്ഞ് കുയ്യാറായിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത സമയത്തൊന്നും ആരും കുഞ്ഞിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോയിട്ടില്ലാത്തതിനാൽ കൂടുതൽ തിരച്ചിൽ നടത്താതെ മടങ്ങിപ്പോയി. ഹേരോദാവ് മരിച്ചതിനെ തുടർന്ന് ജോസഫ് അമ്മയെയും കുഞ്ഞിനെയും കൊണ്ട് ജെരുസലേമിൽ കൊണ്ടുപോയി ദേവാലയ പ്രവേശനം നടത്തി. ദേവാലയത്തിൽ പോയ സമയത്ത് വൃദ്ധനായ ശിമയോൻ അവരെ അനുഗ്രഹിച്ച ശേഷം നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് മറിയമിനോട് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 34-35 വാക്യങ്ങൾ. തൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്നുള്ളത് പീഡാനുഭവങ്ങൾക്ക് മറിയം സാക്ഷിയാകുമെന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. 12-ാം വയസ്സിൽ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അപ്പനമ്മമാർ യേശുവിനെയും കൊണ്ട് പെരുന്നാളിന് പോയതും യേശു അവരോടുകൂടി തിരിച്ചു വരാതിരുന്നപ്പോൾ അവർ സങ്കടത്തോടുകൂടി തിരിച്ചു പോകുന്നതും യേശു 3 ദിവസം ഉപദേഷ്ടാക്കളോട് സംസാരിക്കുന്നതും എല്ലാം മറിയാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും ലൂക്കോസിൻ്റെ സുവിശേഷം 2:48 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെ പള്ളിയിൽ കൊണ്ടുപോകാനും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാനും വാത്സല്യനിധിയായ അമ്മ സദാ ജാഗരൂകയായിരുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും ശൈശവത്തിലെ പോലെ തന്നെ മാതാവ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ കാന എന്ന സ്ഥലത്തുണ്ടായ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു. മാതാവ് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ വിവാഹ സദ്യയിൽ പ്രധാന ഇനമായ വീഞ്ഞ് തീർന്നുപോയി. തൻ്റെ മകന് ഇത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസം മറിയാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് മറിയം വന്ന് മകനോട് ഇവരുടെ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞു.
യേശു മറുപടിയായി പറഞ്ഞത്, എന്നെ ഇതിൽ എന്തിന് ഇടപെടുത്തുന്നു? എൻ്റെ സമയമായിട്ടില്ല എന്നാണ്. എന്നാൽ തൻ്റെ മകനത് പരിഹരിക്കുമെന്ന് മറിയാമിന് അറിയാമായിരുന്നു. ആതിഥേയർക്ക് വേണ്ടി മറിയം നടത്തിയ അപേക്ഷ തൻ്റെ മകൻ ഒരിക്കലും നിഷേധിക്കുകയില്ല എന്ന് മറിയത്തിന് ഉറപ്പുണ്ടായിരുന്നു. മറിയം അവിടെ ജോലി ചെയ്തിരുന്നവരോട് യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ നിർദ്ദേശിച്ചു. വെള്ളം കോരി കൽഭരണിയിൽ നിറയ്ക്കുവാൻ യേശു ശുശ്രൂഷക്കാരോട് പറഞ്ഞു. അത് കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ യേശു പറഞ്ഞു. സാധാരണ ജലത്തെ യേശു തമ്പുരാൻ മണവും ഗുണവുമുള്ള വീഞ്ഞായി മാറ്റി. ഇത് കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ആയിരുന്നു. മുന്തിരി വീഞ്ഞ് ക്രൂശിൽ ചൊരിഞ്ഞ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സൂചനയാണ്. കൽപ്പാത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ തന്നെയാണ്. കൽപ്പാത്രങ്ങളിൽ നിറഞ്ഞ വെള്ളം ദൈവവചനങ്ങളാണ്. ദൈവവചനം അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നത് പോലെ നമ്മളും രൂപാന്തരപ്പെടും. അന്തരേന്ദ്രിയങ്ങളെ അറിയുന്ന ദൈവം അസാധ്യമായതിനെ സാധ്യമാക്കുന്നു. കർത്താവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം യേശു അമ്മയെ യോഹന്നാനെ ഭരമേൽപ്പിച്ച് പോയതിനാൽ കന്യകമറിയം യോഹന്നാൻ ശ്ലീഹായോടുകൂടെയാണ് താമസിച്ചിരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മറിയം ക്രൂശിന് സമീപം ഉണ്ടായിരുന്നു എന്നാണ്. പത്രോസും മറ്റ് ശിഷ്യന്മാരും ഓടിപ്പോയപ്പോഴും മറിയം തൻ്റെ മകനോടൊപ്പം കഴിഞ്ഞു. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ്റെ നിന്ദ്യമായ ക്രൂശാരോഹണം ഏറ്റവും സങ്കടകരമാണ്. തൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് ദേവാലയ പ്രവേശന സമയത്ത് വൃദ്ധനായ ശിമയോൻ പ്രവചിച്ചത് നിവർത്തിയായി. മാതാവ് തൻ്റെ നിദ്രയ്ക്ക് സമയമെടുത്തു എന്ന് മനസ്സിലായപ്പോൾ പ്രാർത്ഥിക്കുകയും ശിഷ്യന്മാർ എല്ലാവരും അവിടെ എത്തുകയും ചെയ്തു. പത്രോസും മറ്റ് ശിഷ്യന്മാരും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ഗത്സമനയിൽ പണി കഴിപ്പിച്ച പുതിയ കല്ലറയിൽ മാതാവിൻ്റെ ശരീരം അടക്കി. അതിനുശേഷം ശരീരം പർദീസയിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. കുഞ്ഞിൻ്റെ ദേഹത്ത് വറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മാലിന്യവും അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് അമ്മയെ അകറ്റുന്നില്ല. അതുപോലെയാണ് പരിശുദ്ധ അമ്മയും. നമ്മുടെ ആത്മാവിലുള്ള കറകൾ പോലും മാതാവിന് നമ്മെ സ്നേഹിക്കാതിരിക്കുന്നതിനുള്ള കാരണം ആകുന്നില്ല.